എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് വേണ്ടത്. ഇതിന് പകരം പ്ലാസ്റ്റിക് ഷീറ്റില്ലേ അതെടുത്താലും മതി. അതിൽ നിന്ന് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ പ്രിൻ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വരച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് ഇതേ ഷേപ്പിൽ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റബ്ബർ ബാൻഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇത് ഇതുപോലത്തെ ഫോം ഷീറ്റോ അല്ലെങ്കിൽ സ്പോഞ്ചോ എടുക്കുന്നുണ്ട്. ഇനി ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മിഡിലായിട്ട് ഈ സ്പോഞ്ച് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു ക്ലിപ്പായിട്ട് ഇത് കിട്ടും. ഇനി നമ്മൾ ആ പിക്ചർ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പം ഒട്ടിക്കുമ്പം ഞാനിപ്പം ഒന്ന് ഉഹു വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, വേറൊരെണ്ണം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുമ്പോഴാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ ഇതുപോലെ ഒരു ക്ലിപ്പും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ 2 പേപ്പർ ക്ലിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.